everyone, welcome to Comedy Cracker. ഞാൻ ബിസി ബാബു. അപ്പോൾ നമ്മളിത് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡെയിലി ടൈപ്പിസ്റ്റ് എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡേറ്റ എൻട്രി എക്സാം ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എക്സാമുകളെല്ലാം IT റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ MS വേർഡിൽ നിന്നും പവർ പോയിന്റിൽ നിന്നും എക്സലിൽ നിന്നുള്ള നിരവധി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മളൊരു പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് പവർ പോയിന്റിനകത്ത് നമുക്കൊരു PPT ക്രിയേറ്റ് ചെയ്യേണ്ടി മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനകത്ത് എക്സാമിൽ എല്ലാ സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ ആവുന്ന ഒരു മേഖലയാണ് സ്മാർട്ട് ആയിട്ട് ട്രാൻസിഷൻ, ആനിമേഷൻ. ഈ മൂന്ന് കാര്യങ്ങളിലും നിരവധിയായിട്ട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ നിരവധിയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്, ഇത് മൂന്നും ഒന്നാണോ, ഇത് മൂന്നും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന്, ഇത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നതെന്നോ ഒക്കെ ഉള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിലൊക്കെ എന്ത് ചോദ്യമായിരിക്കും ഇതിൽ നിന്ന് വരാൻ പോകുന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കുക, ആരും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമുക്കപ്പോ ആദ്യ ചോദ്യത്തിലേക്ക് പോയാലോ. നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ ആനിമേഷൻ എഫർട്ട് കാറ്റഗറി ഇൻ MS പവർ പോയിന്റ്. അതായത് നമ്മുടെ MS പവർ പോയിന്റിൽ ആനിമേഷൻ കാറ്റഗറിയിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ആനിമേഷൻ കാറ്റഗറിയിൽ പെടാത്തത് ഏതെന്നാണ് നമ്മുടെ പവർ പോയിന്റിനുള്ളിൽ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? എൻട്രൻസ് ഉണ്ട്, എംഫൈസ് ഉണ്ട്, എക്സിറ്റ് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും MS പവർ പോയിന്റ് യൂസ് ചെയ്തവരാണെങ്കിൽ, ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് പവർ പോയിന്റ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഏകദേശം ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ 3 കാര്യങ്ങളും എന്ത് തന്നെയാണ്? ഒരു ആനിമേഷൻ കാറ്റഗറിയിൽ വരുന്നവരാണ് അല്ലെ. ഒരു ആനിമേഷൻ കാറ്റഗറി വരുന്നതാണ് ഈ 3 ഓപ്ഷൻ എന്ന് പറയുന്നത്. എങ്കിൽ കൂടി ബിഗിനേഴ്സ് ആണെങ്കിൽ മാത്രമേ ഒന്നും കൂടി തെറ്റിക്കുള്ളൂ. എക്സിറ്റ് എന്ന് പറയുന്നത് ഒരു ആനിമേഷൻ കാറ്റഗറിയിൽ പെടുന്നതാണോ എന്ന് നമുക്ക് ചെറിയൊരു ഡൗട്ട് വരാൻ സാധ്യത ഉണ്ടാവും അല്ലെ. എന്നാൽ നോക്കിക്കോ, ഈ 3 കാര്യങ്ങളും എന്ത് തന്നെയാണ്? ആനിമേഷൻ കാറ്റഗറിയിൽ പെടുന്നത് തന്നെയാണ്. ഓക്കെ, എൻട്രൻസ് ആയിക്കോട്ടെ, എംഫൈസ് ആയിക്കോട്ടെ, എക്സിറ്റ് ആയിക്കോട്ടെ, ഈ 3 ഓപ്ഷൻസും എന്ത് പെടുന്നത് തന്നെയാണ്? ആനിമേഷൻ കാറ്റഗറിയിൽ പെടുന്നത് തന്നെയായിരിക്കും. ഓക്കെ, ഇനി എന്തായിരിക്കും ഇതിന്റെ ഉപയോഗം എന്ന് നോക്കിക്കേ. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റോ സ്ലൈഡിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറിനെ പറയുന്ന പേരാണ് എൻട്രൻസ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റോ ഒരു സ്ലൈഡോ ഒരു ടെസ്റ്റോ ഒരു സ്ലൈഡിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എംഫൈസ് എന്തായിരിക്കും? ഓൾറെഡി ഉള്ള സ്ലൈഡുകളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന സ്ലൈഡുകളിൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റോ ടെസ്റ്റോ ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ആനിമേഷൻ ആയിരിക്കും എന്നു പറഞ്ഞാൽ എംഫൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർക്കാൻ സാധ്യതയുണ്ട്, എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ ഓൾറെഡി ഉള്ളതാണോ? ബിഗിനേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ കൺഫ്യൂഷൻ വരും, എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ ടാഗ് തന്നെയാണോ എന്നുള്ളത്. അതെ അല്ലെ, എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആനിമേഷൻ ടാഗ് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ആനിമേഷൻ കറന്റ് യൂസ് ചെയ്തിരിക്കുന്ന സ്ലൈഡിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ, അത് എക്സിറ്റ് ചെയ്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ആനിമേഷൻ ഫീച്ചർ ആണ് എന്തെന്ന് പറഞ്ഞാൽ എക്സിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും എന്ത് തന്നെയാണ്? ആനിമേഷൻ കാറ്റഗറിയിൽ പെടുന്നതാണ്. പെടാത്തത് ഏതായിരിക്കും? ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ആനിമേഷൻ കാറ്റഗറിയിൽ പെടാത്തത്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ആയിരിക്കും എന്തിൽ പെടാത്തത്? ആനിമേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടാത്തത്. ഓക്കെ അല്ലേ. നോക്കിക്കേ, നമുക്ക് ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു പവർ പോയിന്റിനകത്ത്. നിങ്ങൾക്ക് നമ്മുടെ പവർ പോയിന്റിനകത്ത് ഇത്രയും ടാഗുകൾ കാണല്ലേ. ഹോം ഉണ്ടാകും, ഇൻസേർട്ട് ഉണ്ടാകും, ഡിസൈൻ ഉണ്ടാകും, ട്രാൻസിഷൻസ് ഉണ്ടായിരിക്കും, ആനിമേഷൻ ഉണ്ടാകും, സ്ലൈഡ് ഷോ ഉണ്ടാകും, റിവ്യൂ ഉണ്ടാകും. ഇതിലൊക്കെ എന്താണ് ഉള്ളിൽ എന്നും അതിന്റെ ഉള്ളിലുള്ള ടാബുകളുടെ ഉള്ളിലുള്ള ടൂൾസ് എന്താണെന്നും അറിഞ്ഞിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് പവർ പോയിന്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പവർ പോയിന്റ് മാത്രമല്ല MS വേർഡിൽ നിന്നും എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ഹോമിന്റെ ഉള്ളിലുള്ള ടാഗുകൾ ഏതാണ്, ഇൻസേർട്ടിനുള്ളിലുള്ള ടാഗുകൾ ഏതാണ്, ഡിസൈനിനുള്ളിലുള്ള ടാഗുകൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. നമ്മുടെ ചോദ്യത്തിൽ ആനിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പൊ നമുക്ക് ഇത്രയും എഫക്റ്റുകളായിരിക്കും, ഇത്രയും ആനിമേഷൻ ടാഗുകളായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ. ഇത്രയും മാത്രമല്ല, ഇതിൽ കൂടുതലുണ്ടാവും. ഓക്കെ, സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ആനിമേഷൻ ടാഗുകൾ, ആനിമേഷൻ ടൂളുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പവർ പോയിന്റിനുള്ളിൽ. എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്കൊരു പവർ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു പ്രസന്റേഷൻ യൂസ് ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ആനിമേഷൻ ടാഗുകളായിരിക്കും, ടൂളുകളായിരിക്കും നമുക്ക് ആനിമേഷൻ എന്ന് പറയുന്ന ആ ടാഗിനുള്ളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആനിമേഷന് മാത്രമല്ല നോക്കേണ്ടത്, ഹോമിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി അറിയാവുന്ന ഒരു പരിചയം അതായിരിക്കും. ഹോം എന്ന് പറയുന്ന ടാഗും ഇൻസേർട്ട് എന്ന് പറയുന്ന ടാഗിനുള്ളിലായിരിക്കും കൂടുതലായിട്ടുള്ള ടൂളുകൾ അറിയാൻ സാധ്യതയുള്ളത്. ഇങ്ങോട്ട് പോകുമ്പോഴേക്കും റിവ്യൂവും അതുപോലെ തന്നെ സ്ലൈഡ് ഷോയും ഇത്തരത്തിലുള്ള ടാഗുകൾ കുറച്ചു പേർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അല്ല, എക്സാമിന് വേണ്ടി മാത്രമായിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. എക്സാമിന് വേണ്ടി മാത്രമല്ല പഠിച്ചിരിക്കേണ്ടത്. നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു
ടാഗിനുള്ളിലെയും ടൂൾസുകൾ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലെ. ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരു ആനിമേഷൻ ടാഗ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ബിഗിനേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിച്ച് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ അടുത്ത ചോദ്യം നോക്കിക്കേ. ഇത് മെയിൻ പർപ്പസ് ഓഫ് എ സ്മാർട്ട് ആർട്ട് ഇൻ MS വേർഡ് ഇൻ ഈസ് ടു. അതായത് സ്മാർട്ട് ആർട്ടിന്റെ പർപ്പസ് എന്താണ്, ഏതിനകത്താ? MS വേർഡിനകത്ത്. ഓക്കെ, നമ്മൾ കണ്ടത് പവർ പോയിന്റ് ആണെങ്കിൽ ഇവിടെ MS വേർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വേണം. MS വേർഡില് സ്മാർട്ട് ആർട്ടിന്റെ പർപ്പസ്, മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്തെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്? വിഷ്വലി റെപ്രസെന്റ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്. ഓക്കെ, ആദ്യം ഒന്ന് ചിന്തിക്കും. ഓക്കെ, വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഐഡിയാസും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്തില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് തേർഡ് വൺ എന്താ കിടക്കുന്നത്? പ്രൊവൈഡ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. തേർഡ് ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ക്രിയേറ്റ് പിവോട്ട് ടേബിൾസ് ആൻഡ് ചാർട്ട്സ്. ലാസ്റ്റ് വൺ കിടക്കുന്നത് എന്താ? റൈറ്റ് പ്രോഗ്രാമിംഗ് കോഡ്സ് ആൻഡ് സ്നിപ്സ്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ വിഷ്വലി റെപ്രസെന്റ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്. ഓക്കെ, ഞാനിപ്പോ ഒരു കമ്പനിയിൽ നിൽക്കുകയാണ്. കമ്പനിയിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ ഒരു പ്രോഗ്രാമിന്റെ കോഡെല്ലാം കാര്യങ്ങൾ കാണിക്കുകയാണ്. ഞാൻ ഒരു വലിയ പാരഗ്രാഫ് എഴുതിക്കൊണ്ട് പ്രസന്റേഷൻ നിൽക്കുമ്പോൾ അവർക്കിത് മനസ്സിലാകണമെന്നില്ല അല്ലെ. നമ്മളൊരു വലിയ കമ്പനിയിൽ ഒരു മീറ്റിംഗിൽ നിൽക്കുമ്പോൾ ഞാൻ വലിയൊരു പാരഗ്രാഫ് ആയിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇത് കിട്ടണമെന്നില്ല. അതേസമയം ഞാൻ വിഷ്വലി അവർക്ക് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ എന്റെ ഐഡിയാസും കൺസെപ്റ്റും അവർക്ക് എന്റെ ഒരു ഗ്രാഫ് മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് മോഡലായിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലാകും ഇതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലെ. ഞാൻ ഒരു പാരഗ്രാഫ് എഴുതുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു കാര്യമല്ല നമ്മുടെ കൺസെപ്റ്റും ഐഡിയാസ് ഒക്കെ വിഷ്വലി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഗ്രാഫിക്സ് മോഡൽ ആയിട്ട് കാണിക്കുമ്പോൾ അവർക്ക് ഏകദേശം എന്താണ് അതിന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അതിന് യൂസ് ചെയ്യുന്ന MS വേർഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? സ്മാർട്ട് ആർട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കിടക്കുന്നത് പ്രൊവൈഡ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? എക്സൽ പോലുള്ള ഷീറ്റുകൾ, സ്പ്രെഡ് ഷീറ്റുകളിലായിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സൽ പോലുള്ള സ്പ്രെഡ് ഷീറ്റുകളിലായിരിക്കും യൂസ് ചെയ്യുന്നത് പ്രൊവൈഡ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ക്രിയേറ്റ് പിവോട്ട് ടേബിൾസ് ആൻഡ് ചാർട്ട്സ് അല്ലെ. ക്രിയേറ്റ് പിവോട്ട് ടേബിൾസ് ആൻഡ് ചാർട്ട്സ് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐഡിയാസും കൺസെപ്റ്റും ഒരു മേഖലയിൽ നിന്നുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അടുത്ത ഓപ്ഷൻ എന്താ പറയുന്നത്? റൈറ്റ് പ്രോഗ്രാമിംഗ് കോഡ് ആൻഡ് സ്നിപ്സ്. അതായത് നമുക്കൊരു പ്രോഗ്രാമിംഗ് കോഡുകളും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമുക്ക് സ്മാർട്ട് ആർട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആൻസർ ഏതായിരിക്കും? വിഷ്വലി റെപ്രസെന്റ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വെർഷനിലേക്ക് വരുമ്പോഴേക്ക് കാണാൻ സാധിക്കും. മെയിലിംഗ് വെച്ചായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലെ. അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് മെയിൻ പർപ്പസ് ഓഫ് എ സ്മാർട്ട് ആർട്ട് ഇൻ MS വേർഡ് ഈസ് ടു. അതായത് നമ്മുടെ നമ്മുടെ MS വേർഡില് സ്മാർട്ട് ആർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഏതൊക്കെയാ? വിഷ്വലി റെപ്രസെന്റ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്, പ്രൊവൈഡ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, ക്രിയേറ്റ് പിവോട്ട് ടേബിൾസ് ആൻഡ് ചാർട്ട്സ്, റൈറ്റിംഗ് പ്രോഗ്രാമിംഗ് കോഡ് ആൻഡ് സ്നിപ്സ്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മുടെ ഒരു MS വേർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഏകദേശം യൂസ് ചെയ്യാനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഞാനിപ്പോ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വലിയ ചാർട്ടിൽ നമ്മുടെ ഒരു പ്രസന്റേഷൻ ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ വലിയ പാരഗ്രാഫ് ആയിട്ട് അവർ എഴുതി കാണിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഏതായിരിക്കും? ഒരു ഗ്രാഫിക് മോഡലായിട്ട് നമ്മുടെ കൺസെപ്റ്റും നമ്മുടെ ഐഡിയാസും നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഏകദേശം മനസ്സിലാകും ഇതിൽ നിന്നും എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഞാനൊരു വലിയ പാരഗ്രാഫിൽ എഴുതി കാണിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വിഷ്വലൈസ് ആയിരിക്കും നമ്മളൊരു ഗ്രാഫിക്സ് മോഡലായിട്ട് നമ്മുടെ ഐഡിയാസ് ഒക്കെ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സ്മാർട്ട് ആർട്ടിന്റെ മെയിൻ പർപ്പസ് എന്ത് തന്നെയായിരിക്കും? വിഷ്വലി റെപ്രസെന്റ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ആർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഓപ്ഷൻ എന്താ കിടക്കുന്നത്? പ്രൊവൈഡ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അതായത് നമ്മുടെ എക്സൽ പോലെയുള്ള സ്പ്രെഡ് ഷീറ്റുകളിൽ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊവൈഡ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഏതിനായിരിക്കും യൂസ് ചെയ്യുന്നത്? എക്സൽ പോലെയുള്ള സ്പ്രെഡ് ഷീറ്റുകളിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ക്രിയേറ്റ് പിവോട്ട് ടേബിൾസ് ആൻഡ് ചാർട്ട്സ്. അതായത് ഒരു ഡേറ്റാനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പിവോട്ട് ടേബിൾസും അതിന്റെ ചാർട്ടുകളും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണ് ഇത് നമ്മുടെ MS വേർഡിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ, ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ തെറ്റിപ്പോവരുത് ഈ 2 ഓപ്ഷൻസ് തമ്മിൽ. ഓക്കെ, ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും തമ്മിൽ മാറിപ്പോവരുത്. ക്രിയേറ്റ് പിവോട്ട് ടേബിൾസ് ആൻഡ് ചാർട്ട്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ഡേറ്റാനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിവോട്ട് ടേബിൾസും അതിന്റെ
അതിന്റെ ചാർട്ടുകളും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒരു ഐഡിയാസും കൺസെപ്റ്റും വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? സ്മാർട്ട് ആർട്ടിന്റെ മെയിൻ ആയിട്ട് പർപ്പസ് എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കും? വിഷ്വലി റെപ്രസെന്റ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ലാസ്റ്റ് വേണ്ടി കിടക്കുന്ന ഏതാണ്? റൈറ്റ് എ പ്രോഗ്രാമിംഗ് കോഡ് ആൻഡ് സ്നിപ്സ്. റൈറ്റിംഗ് പ്രോഗ്രാമിംഗ് കോഡ് സ്നിപ്സ് എന്നാണ്. അതായത് നമുക്കൊരു പ്രോഗ്രാമിംഗ് കോഡ്, അതിപ്പോ സി ആയിക്കോട്ടെ അല്ലെങ്കിൽ C++ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് കോഡുകൾ എഴുതാൻ വേണ്ടി ഒരിക്കലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല? നമ്മുടെ സ്മാർട്ട് ആർട്ട് പോലെയുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടാഗുകൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി നമ്മുടെ ആൻസർ ആയിട്ട് വരില്ലല്ലോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വിഷ്വലി റെപ്രസെന്റ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലെ. അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് പവർ പോയിന്റ് ഫീച്ചർ ഈസ് മെയിൻലി യൂസ്ഡ് ടു റെപ്രസെന്റ് ഇൻഫോർമേഷൻ വിഷ്വലി യൂസിംഗ് ഡയഗ്രാം സച്ച് ആസ് എ പ്രോസസസ്, സൈക്കിൾസ് ആൻഡ് ഹയറാർക്കീസ്. ഇപ്പൊ നമ്മൾ കണ്ടുവന്നതേ ഉള്ളൂ അല്ലെ. സ്മാർട്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം നമ്മളിപ്പോ കണ്ടുവന്നിട്ടേ ഉള്ളൂ. അതിനോടാണ് പറയുന്നത് ഒരിക്കലും നമ്മൾ അതിന്റെ ആൻസർ മാത്രം പഠിച്ചു പോകരുതെന്ന് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ മാത്രം, എന്തുകൊണ്ടാണ് അതിന്റെ ആൻസർ, ഓക്കെ അത് മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചാൽ പോരാ. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് റോങ് ആയെന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി എളുപ്പമാകത്തുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാകും എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സ്മാർട്ട് ആർട്ട് ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? വിഷ്വലി യൂസിങ് ദ ഡയഗ്രാംസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനെ കണ്ടില്ലാന്നോ? സ്മാർട്ട് ആർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണെന്ന്? വിഷ്വലി റെപ്രസെന്റ് ഡയഗ്രാംസ് ആൻഡ് കൺസെപ്റ്റ് ആണല്ലേ. അപ്പൊ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിഷ്വലി യൂസിങ് ഡയഗ്രാംസ് സച്ച് ആസ് എ പ്രോസസസ്, സൈക്കിൾസ് ആൻഡ് ഹയറാർക്കീസ്. ഏതായിരിക്കും ആൻസർ? സ്മാർട്ട് ആർട്ട് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ വേർഡ് ആർട്ടിന്റെ ആൻസർ യൂസ് ചെയ്ത് എന്തായിരിക്കും? യൂസ് ടു ക്രിയേറ്റ് എ സ്റ്റൈലിഷ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ടെക്സ്റ്റുകൾ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? സ്മാർട്ട് ആർട്ട് ആയിരിക്കും. ഓക്കെ, വേർഡ് ആർട്ട് ആയിരിക്കും. അടുത്ത കിടക്കുന്ന എന്താ? സ്മാർട്ട് ആർട്ട് ആണ് അല്ലെ. അതെന്തിനാ യൂസ് ചെയ്യുന്നത്? വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഐഡിയാസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഉണ്ടെങ്കിലോ ഇത് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടാഗായിരിക്കും? സ്മാർട്ട് ആർട്ട് ആയിരിക്കും. ഓക്കെ, ഇവ രണ്ടും മാറിപ്പോവരുത് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അടുത്ത കിടന്നത് സ്ലൈഡ് മാസ്റ്റർ ആണ്. എന്തിനാ യൂസ് ചെയ്യുന്നത്? യൂസ് ടു കൺട്രോൾ ദ ഓവറോൾ ലേഔട്ട് ആൻഡ് ഫോർമാറ്റിംഗ് ഫോർ ദ സ്ലൈഡ്. സ്ലൈഡിന്റെ ഫോർമാറ്റിംഗ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് എന്തെന്ന് പറഞ്ഞാൽ സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വേണമെങ്കിൽ ഫോർമാറ്റ് പെയിന്റർ. എന്തിനാ യൂസ് ചെയ്യുന്നത്? യൂസ് ടു കോപ്പി ദ ഫോർമാറ്റിംഗ് ഫ്രം വൺ ഒബ്ജക്ട് ടു അനദർ. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ഏതായിരിക്കും? ഫോർമാറ്റിംഗ് പെയിന്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നോക്കിക്കേ, അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ ട്രാൻസിഷൻ ഇൻ ദ പവർ പോയിന്റ്? ഓക്കെ, ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ട്രാൻസിഷന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നത് ടു ആഡ് എഫർട്ട് ടു ദ ടെക്സ്റ്റ് ഓർ ഒബ്ജക്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ടു ചേഞ്ച് ദ ഫോണ്ട് സ്റ്റൈൽസ്. തേർഡ് വൺ കിടക്കുന്നത് ടു കൺട്രോൾ ഹൗ വൺ സ്ലൈഡ് ചേഞ്ചസ് ടു ദ നെക്സ്റ്റ്. ലാസ്റ്റ് വൺ കിടക്കുന്നത് ടു ക്രിയേറ്റ് എ ന്യൂ പ്രസന്റേഷൻ. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ടു കൺട്രോൾ ഹൗ വൺ സ്ലൈഡ് ചേഞ്ചസ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, എന്തുണ്ടാ ഒരു സ്ലൈഡിൽ നിന്ന് വിഷ്വലി. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലെ. അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ ട്രാൻസിഷൻ ഇൻ പവർ പോയിന്റ്? അതായത് പവർ പോയിന്റിനകത്ത് നമ്മുടെ ട്രാൻസിഷന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവർ പോയിന്റിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, നമ്മൾ പവർ പോയിന്റ് കണ്ടു, MS വേർഡ് കണ്ടു, വീണ്ടും നമ്മൾ പവർ പോയിന്റ് റിലേറ്റഡ് ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഏതാ? പവർ പോയിന്റിനുള്ളിൽ ട്രാൻസിഷന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വണ് കിടക്കുന്നത് എന്താ? ടു ആഡ് എഫർട്ട് ടു ദ ടെക്സ്റ്റ് ഓർ ഒബ്ജക്റ്റ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ട് പഠിച്ചവരാണെങ്കിൽ ഏകദേശം മനസ്സിലാകും ഇതിന്റെ ആൻസർ ഇതായിരിക്കും. ഈ പറയുന്ന ഒരു കാര്യം എന്ത് റിലേറ്റഡ് ഉള്ളതാണ്? ഇതൊരു ആനിമേഷനുമായിട്ട് ഭാഗത്തിൽ വരുന്ന ഒന്നാണ് അല്ലെ. ആനിമേഷന്റെ ഭാഗത്ത് വരുന്ന ഒന്ന് തന്നെയാണ് ഫസ്റ്റ് വൺ കിടക്കുന്നത്. ടു ആഡ് എഫർട്ട് ടു ദ ടെക്സ്റ്റ് ഓർ ഒബ്ജക്റ്റ്. ഒരു ടെക്സ്റ്റിനോ ഒബ്ജക്റ്റിനോ ഒരു എഫർട്ട് കൊടുക്കുന്ന ഏതിനെ പറ്റത്തുള്ളൂ? ആനിമേഷൻ എന്ന് പറയുന്ന ടാഗിനെ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ടു ചേഞ്ച് ദ ഫോണ്ട് സ്റ്റൈൽ. അതായത് നമ്മുടെ ഫോണിന്റെ ഒക്കെ സ്റ്റൈൽ മാറ്റുക, അതിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും
ആർക്ക് സാധിക്കില്ല? ട്രാൻസിഷൻ എന്ന് പറയുന്ന ടാഗിന് സാധിക്കില്ല. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ടു കൺട്രോൾ ഹൗ വൺ സ്ലൈഡ് ചേഞ്ചസ് ടു ദ നെക്സ്റ്റ്. അതായത് ഒരു സ്ലൈഡ് ചേഞ്ചസ് വരണമെങ്കിൽ, ഒരു സ്ലൈഡ് മറ്റൊരു സ്ലൈഡിലേക്ക് ചേഞ്ചസ് വരണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? ട്രാൻസിഷൻ എന്ന് പറയുന്ന ആ ഒരു ടാഗിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ത് തന്നെയായിരിക്കും? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ടു കൺട്രോൾ ഹൗ വൺ സ്ലൈഡ് ചേഞ്ചസ് ടു ദ നെക്സ്റ്റ്. അതായത് ഒരു സ്ലൈഡ് മറ്റൊരു സ്ലൈഡിലേക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ആണെന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വേണം കിടക്കുന്നത് എന്താ? ടു ക്രിയേറ്റ് എ ന്യൂ പ്രസന്റേഷൻ. ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, പുതുതായിട്ടുള്ള ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആർക്ക് സാധിക്കില്ല? ട്രാൻസിഷന് സാധിക്കില്ല. ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് വൺ കിടക്കുന്നത് എന്താണ്? ടു ആഡ് എഫർട്ട് ടു ടെസ്റ്റ് ഓർ ഒബ്ജക്റ്റ്. ആർക്കേ സാധിക്കുള്ളൂ? ആനിമേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് ടാഗിനെ അത് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ടു ചേഞ്ച് ദ ഫോണ്ട് സ്റ്റൈൽസ്. അതായത് നമ്മുടെ ഫോർമാറ്റിന്റെ ടെസ്റ്റോ അപ്പിയറൻസോ അല്ലെങ്കിൽ അതിന്റെ സൈസോ മാറ്റാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കില്ല? ട്രാൻസിഷൻ സാധിക്കില്ല. ലാസ്റ്റ് തേർഡ് വൺ കിടക്കുന്നത് ടു കൺട്രോൾ ഹൗ വൺ സ്ലൈഡ് ചേഞ്ചസ് ടു ദ നെക്സ്റ്റ്. അതായത് ഒരു വിഷ്വൽ എഫക്റ്റ് ഉള്ള അല്ലെങ്കിൽ സ്ലൈഡുകൾ തമ്മിൽ മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് മാറ്റാൻ വേണ്ടി ആർക്ക് സാധിക്കും? ട്രാൻസിഷന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ കിടന്ന് ഏതായിരുന്നു? ടു ക്രിയേറ്റ് എ ന്യൂ പ്രസന്റേഷൻ. ഒരു പുതിയ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കത്തില്ല? നമ്മുടെ ട്രാൻസിഷൻ ടാഗിന് സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ അർത്ഥം മനസ്സിലാക്കി മാത്രം പഠിച്ചു പോവുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ചോദ്യം എന്താ കിടക്കുന്നത്? വിച്ച് പവർ പോയിന്റ് ഫീച്ചർ ഇസ് യൂസ്ഡ് ടു അപ്ലൈ മൂവ്മെന്റ് ഓർ വിഷ്വൽ എഫക്ട് ടു ദ ടെസ്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ഓൺ എ സ്ലൈഡ്. ഒരു ടെസ്റ്റിനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനോ ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ വിഷ്വൽ എഫക്റ്റോ നൽകാൻ വേണ്ടിയിട്ട് ഈ പവർ പോയിന്റിനകത്ത് യൂസ് ചെയ്യുന്ന ഫീച്ചർ ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ എഫക്റ്റോ, അതായത് ടെസ്റ്റിനായിക്കോട്ടെ ഒബ്ജക്റ്റിനായിക്കോട്ടെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പവർ പോയിന്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെന്ന് തന്നെ ആയിരിക്കും ആൻസർ? ഒന്ന് പറയോ, ഏതായിരിക്കും നമ്മുടെ ആൻസർ? ആനിമേഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തത്. സ്മാർട്ട് ആർട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രാൻസിഷനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്നാണ് ആനിമേഷനെ പറ്റി. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്തുകൊണ്ടാ? സ്മാർട്ട് ആർട്ട്, ആനിമേഷൻ, അതുപോലെ ട്രാൻസിഷൻ, ഈ മൂന്ന് കാര്യങ്ങളും ഡിഫറെന്റ് ആണെന്ന് ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടുള്ളൂ ആനിമേഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനോ ടെസ്റ്റിനോ മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ എഫക്റ്റോ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ പോയിന്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഏത് തന്നെയാണ്? ആനിമേഷൻ എന്ന് പറയുന്ന ഫീച്ചർ ആയിരിക്കും. ട്രാൻസിഷൻ എന്താണ്? എന്താ? കൺട്രോൾ ചെയ്യാണല്ലോ, ഒരു സ്ലൈഡിനെ മറ്റൊരു സ്ലൈഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഏത് ഫീച്ചറിന്റെ ആൻസർ ആണ്? സ്മാർട്ട് ട്രാൻസിഷന്റെ ആൻസർ ആയിരിക്കും. ഓക്കെ, ട്രാൻസിഷന്റെ ജോലി ആയിരിക്കും. സ്മാർട്ട് ആർട്ടിന്റെ ജോലി എന്താ? ടു ക്രിയേറ്റ് എ വിഷ്വൽ ഡയഗ്രാംസ്. അതായത് നമ്മുടെ ഐഡിയാസോ കൺസെപ്റ്റോ ഉണ്ടെങ്കിൽ അതൊരു ഗ്രാഫിക് മോഡലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ പോയിന്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്. സ്ലൈഡ് ലേഔട്ട് എന്താ? കൺട്രോൾ ദ അറേഞ്ച്മെന്റ് ഓഫ് ദ കണ്ടന്റ് ഓൺ ദ സ്ലൈഡ്. അതായത് അറേഞ്ച്മെന്റ് ചെയ്യണം അല്ലെ, ഒരു സ്ലൈഡിനെ അറേഞ്ച്മെന്റ് ചെയ്യണം, അതിന്റെ കണ്ടന്റിന്റെ ബേസ്ഡ് ആയിട്ട് അറേഞ്ച്മെന്റ് ചെയ്യുക എന്നൊരു ജോലി മാത്രമേ ആർക്കുള്ളൂ, സ്ലൈഡ് ലേഔട്ടിന്റെ ജോലിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യം തമ്മിൽ ഡിഫറൻസ് പഠിച്ചല്ലോ. ഈ മൂന്ന് കാര്യവും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. മൂന്നിനും ഒരേ ഫീച്ചർ ആയിരിക്കില്ല അല്ലെങ്കിൽ ഒരേ ജോലി ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ആനിമേഷനും ട്രാൻസിഷനും സ്മാർട്ട് ആർട്ടും എന്താ സെയിം ആണോ ഡിഫറെന്റ് ആണോ, ഇവർ തമ്മിലുള്ള യൂസേജ് എന്താണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ MS വേർഡിൽ നിന്നും പവർ പോയിന്റ് മീറ്റ് അതുപോലെ തന്നെ നമ്മുടെ എക്സലിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതിന്റെ ആൻസർ മാത്രം പഠിക്കരുത്, തന്നിട്ടുള്ള ഓപ്ഷനിലും കൂടി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഓപ്ഷൻസും റോങ് ആയിരുന്നതും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ പുതിയ ബാച്ച് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മുടെ മെന്റർഷിപ്പ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.